നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ മേടക്കൂറാണ്. മേടക്കൂറുകാർക്ക് 2ാം ഭാവത്തിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വളരെ നല്ല ഗുണഫലങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലുകൾക്കും യോഗമുള്ള ഒരു മാസമാണ്. എങ്കിൽ പോലും കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനും കൂടി യോഗമുള്ള ഒരു സമയമാണ്. കാരണം 12ാം തീയതി ഒക്ടോബർ 12ാം തീയതി ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ മാളവ്യോഗം ചെയ്തിരുന്ന ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്ക് മാറുമ്പോൾ ചന്ദ്രലഗ്നാൽ അഷ്ടമത്തിലേക്ക് ശുക്രൻ മാറുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ 7 നിൽക്കുന്ന വ്യാഴവുമായിട്ട് പരസ്പരം ദൃഷ്ടി വരികയാണ്. അപ്പോൾ ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്നൊരവസ്ഥ വരികയും 10ാം തീയതി ബുധൻ ഓൾറെഡി നിൽക്കുന്നത് തുലാൻ രാശിയിലാണ്. ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് ദാമ്പത്യ സംബന്ധമായ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മളുടെ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, ഇവരുമായിട്ട് മാനസികമായ കുറച്ച് അകൽച്ച ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള സമയങ്ങളാണ്. ഒരു മത്സരാവസ്ഥയിൽ ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം ഒരു മത്സരാവസ്ഥ അഭിമുഖീകരിക്കാൻ ഇടവരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്ക് നീചാവസ്ഥ കൂടെയാണ് വരുന്നത്. അപ്പോൾ നീചത്തിൽ നിന്നാൽ രിപുനി പീഡനതോ അന്യദേശയാനം എന്ന് പറയുന്നൊരു യോഗം വരും. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗുണം കിട്ടാതെ അന്യദേശത്ത് ഒരു സ്ഥാനചലനമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള യോഗം ഉണ്ടാകും. പക്ഷേ നീചഭംഗ ചക്രവർത്തി യോഗം ചൊവ്വയ്ക്കുള്ളത് കാരണം കൊണ്ട് ഒരു മാറ്റത്തിലൂടെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യോഗം ഉള്ളത് കാരണം കൊണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാം. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് മാറാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റങ്ങൾക്ക് യോഗം ഉള്ള ഒരു സമയമാണ്. എന്തായാലും ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴൻ 2ാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക വിഷയത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പക്ഷേ അനാവശ്യമായിട്ടുള്ള ചിലവ് വളരെ ശ്രദ്ധിക്കണം. 12ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 15 രൂപ ചിലവാക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ചിലവ് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശത്രുദോഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ശത്രു സ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് 5ാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ 5ാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും അതുപോലെ തന്നെ 17ാം തീയതിക്ക് ശേഷം 7ാം ഭാവത്തിലേക്ക് 5ാം ഭാവാധിപതി വരുന്നുണ്ട്. അപ്പോൾ ശത്രു സ്ഥാനാധിപതിയും 5ാം ഭാവാധിപതിയും കൂടി നിവർത്തി സ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നിവർത്തി അല്ലെ ഗുണഫലങ്ങൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത ശത്രുദോഷം കൊണ്ടുണ്ട്. അപ്പോൾ ശത്രുദോഷ പരിഹാരം ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.